ഗൃഹലക്ഷ്മി 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 ഗൃഹലക്ഷ്മി. Hello, good evening. Welcome to Malabar Gold and Diamonds Lakshmi, the best homemaker powered by Oriental Group of Hotel Management. ഗൃഹലക്ഷ്മിയുടെ രണ്ടാം ഘട്ടം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇന്നെവിറ്റബിൾ സ്റ്റെപ്പ് ഉണ്ട്. അതാണ് സാഡ്ലി എലിമിനേഷൻ. എലിമിനേഷൻ റൗണ്ടിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് ദിസ് റൗണ്ട്, ലെറ്റ്സ് വെൽക്കം ആർ ജഡ്ജസ്. ആദ്യമായി നമ്മുടെ പെർമനന്റ് ജഡ്ജും മെന്ററുമായ ദ ബ്യൂട്ടിഫുൾ ആക്ട്രസ് മിസ്സസ് രഞ്ജിനി കുംബാര. ഹായ് ശശി. ഹായ് ഓനിജ. എലിമിനേഷൻ ആണ്. അതെ. ആൻഡ് ഓഫ് കോഴ്സ് ഐ എം റിയലി ടെൻസ്ഡ്. എനിക്കും ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. സത്യമാ. ഞാൻ മാത്രമല്ല, ഇവിടെ 2 ജഡ്ജസ് ഉണ്ട്, കൃഷ്ണകുമാർ ആൻഡ് ഗീതാഞ്ജലി. ഞങ്ങൾ 3 പേർക്കും വളരെ സങ്കടവും വിഷമവും ഉണ്ട്. പക്ഷേ ഇത് കോമ്പറ്റീഷൻ അല്ലേ? യെസ്. കോമ്പറ്റീഷന് വരുമ്പോഴേ എല്ലാവരും ഫൈനൽസിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എലിമിനേഷൻ റൗണ്ട് ഉണ്ട്, സാഡ്ലി. എനിവേ, ഞാൻ നേരത്തുള്ള എപ്പിസോഡ്സിൽ പറഞ്ഞതാണ്, എലിമിനേഷൻ എന്ന് പറയുന്ന വാക്ക് എൻഡ് ഓഫ് ലൈഫ് അല്ല, ഇറ്റ്സ് ഓൾവേസ് എ ന്യൂ ബിഗിനിങ്. അതുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങാം. എല്ലാ കണ്ടസ്റ്റൻസുക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. ഓക്കെ, ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൾസോ. കാരണം നിങ്ങളെല്ലാവരും വിന്നേഴ്സാണ്. 10 കണ്ടസ്റ്റൻസ് ഇവിടെ ഇരിക്കുമ്പോഴേ അതിൻ്റെ കാരണം ഓഡിഷൻ ഒരുപാട് നമുക്ക് ആപ്ലിക്കേഷൻസ് വന്നു ഈ പ്രോഗ്രാം, ഈ ഗൃഹലക്ഷ്മിയിൽ എൻറ്റർ ചെയ്യാൻ. ഒരുപാട് ഓഡിഷൻസും എടുത്തിട്ട് അതിൽ നിങ്ങൾ 10 പേര് എൻറ്റർ ചെയ്തല്ലേ, സെലക്റ്റഡ് ആയല്ലേ, അത് ഒരു വലിയ കാര്യമാണ്. സോ അതുകൊണ്ട് ഒരു നല്ല മൂഡിലേക്ക് പോവാം. And all the very best എല്ലാ കണ്ടസ്റ്റൻസുക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് വെൽക്കം ചെയ്യാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും അഭിമാനം, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സുന്ദരനായ ആക്ടർ കൃഷ്ണകുമാർ. ഹലോ ചേട്ടാ. ഹലോ അനുജ. ഹായ്. രഞ്ജിനി കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിതെല്ലാം പല തവണയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഈ എലിമിനേഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നു. ആക്ച്വലി ഞാനൊക്കെ ധാരാളം ലൈഫിൽ എലിമിനേഷൻ കണ്ടവരാണ്. പറഞ്ഞില്ലേ, ഇതൊരു അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. കാരണം നമ്മൾ ഓരോ തവണ എലിമിനേറ്റഡ് ആകുമ്പോഴും ഞാനൊക്കെ ആക്ച്വലി ഹീറോ ആയിട്ട് പടം ചെയ്തിട്ടുണ്ട്. അഡ്രസ്സ് ഇല്ലാതെ പൊട്ടിയെങ്കിൽ സാരമില്ല. ഭാര്യ പടം കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് എന്നെ വിളിച്ചു പറയുന്നു, കിച്ചു ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് പേടിയാവുന്നു. ഞാൻ വെച്ചാൽ എന്താ പേടിക്കാൻ ഇത്ര? അല്ല, തിയേറ്ററിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ആലോചിച്ചത്, എവിടെയോ ഒരു നമ്മുടെ ഇതൊരു മിസ്റ്റേക്ക് പറ്റി. കാരണം നമ്മുടെ ചോയ്സിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത സമയത്തോ, കാരണം നമ്മളത് ഓർത്തില്ല. ആ സമയത്ത് ഒരു പടം കിട്ടുന്നു, അന്ന് നമുക്ക് അത്രയ്ക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ പലരും കയറിപ്പോയി ഞാൻ നോക്കാറില്ല, എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല, എനിക്കിവിടെ ഹീറോ ആയേ പറ്റൂ. ഇതെൻ്റെ എന്നും ഉള്ളൊരു തോട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എത്രയോ വർഷം, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 24 വർഷമായി. പലതവണ നമ്മൾ ഷെഡിൽ കയറിയിരുന്നിട്ടുണ്ട്, വീണ്ടും തിരിച്ചു വരും. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഈ താഴെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഇരുന്ന് ആലോചിക്കും എങ്ങനെ മുകളിലോട്ട് പോകാം. അപ്പോൾ ആ ആലോചനയിൽ പലപ്പോഴും നമ്മളെ സഹായിക്കാൻ പലരും വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ ഓരോ വാക്കുകളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം. അവരൊക്കെ നമുക്ക് ആ സമയത്ത് ഭാഗ്യം പോലെ ഇങ്ങനെ വരും. ചില കാര്യങ്ങൾ പറയും, ആ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്യും. അതുപോലെ ഇവിടെയും ഇപ്പോൾ എലിമിനേഷൻ എന്നൊക്കെ പറയുന്നു, നമ്മുടെ ജീവിതത്തിന് ഒരു പേർപ്പസ് ഉണ്ട്. അത് ഗൃഹലക്ഷ്മിയോ അല്ലെങ്കിൽ വേറൊരു കണ്ടസ്റ്റോ ഒന്നുമല്ല. ഇതിനിടയിൽ വന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ വേറെയാണ്. അതിനിടയിൽ വളരെ രസകരമായ കുറേ കാര്യങ്ങളിൽ ഒന്നാണ് ഇതുപോലെ ഈ റിയാലിറ്റി ഷോ ആയ ഗൃഹലക്ഷ്മി. അതുകൊണ്ട് ഈ സമയം നമ്മൾ എൻജോയ് ചെയ്യുക. അത് റിസൾട്ട് നമ്മളെ ജയിക്കുകയോ തോൽക്കുകയോ ഒന്നുമല്ല, അതൊരു ചെറിയൊരു പാസിങ് ഫേസ്. അതുകൊണ്ട് ചിരിയോടുകൂടി ഏതാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക, സന്തോഷിക്കുക. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ എലിമിനേഷൻ ഒരു പാസിംഗ് ക്ലൗഡ് പോലെ വളരെ സിമ്പിളായിട്ട് സില്ലി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ജഡ്ജിനെ വെൽക്കം ചെയ്യാം. നമ്മുടെ സ്വന്തം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗീതാഞ്ജലി നടരാജൻ. ഹായ് മാം. ഹലോ. എല്ലാ അനുഭവങ്ങളും അമൂല്യമാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നടന്നതെല്ലാം നല്ലത്,
നടക്കുന്നതും നല്ലത്, നടക്കാൻ പോകുന്നതും നല്ലത് എല്ലാ കണ്ടസ്റ്റൻസിനും. താങ്ക് യു സോ മച്ച് മാം. ഗൃഹലക്ഷ്മിയുടെ ആദ്യത്തെ എലിമിനേഷന് നമ്മോടൊപ്പം ഒരു ഫേമസ് ആക്ട്രസ് കൂടെ ഉണ്ട്, സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് പ്രവീണ ചേച്ചി. സോ പ്ലീസ് വെൽക്കം പ്രവീണ ചേച്ചി ഓൺ സ്റ്റേജ്. താങ്ക് യു അനുജ. ഹായ്. ഹായ് ചേച്ചി. സുഖമാണോ? ഹായ് ചേട്ടാ. മാം ചേച്ചി നല്ലൊരു ഗൃഹലക്ഷ്മി ആയിട്ട് ഭദ്രദീപം കൊളുത്തി തുടങ്ങിയതാണ് നമ്മുടെ ഈ ഗൃഹലക്ഷ്മി. അതെ. വളരെ സക്സസ്ഫുള്ളി നമ്മൾ ഇവിടം വരെ എത്തി. അതുകൊണ്ട് ചേച്ചി തന്നെ വേണം ഫസ്റ്റ് എലിമിനേഷൻ നമ്മുടെ കൂടെ എന്നുള്ളതുകൊണ്ടാണ് ചേച്ചീനെ തന്നെ വിളിച്ചത്. ഓക്കെ, അന്ന് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് അന്ന് പോയതാണ്. എന്തായാലും എലിമിനേഷന് വിളിച്ചല്ലോ, സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് എലിമിനേഷൻ എപ്പിസോഡ് ആയതുകൊണ്ടായിരിക്കും വളരെ പ്ലസന്റ് ആൻഡ് കോൺഫിഡന്റ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നപ്പം ഒരു ആരോഗ്യപരമായ ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ അവരുടെ മുഖത്തുണ്ടല്ലേ വളരെ കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഇവിടുന്ന് വിട്ടു പോകുന്നില്ല, ഞങ്ങൾ ആരും ഈ വേദിയിൽ നിന്ന് പോകുന്നില്ല എന്ന് അവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആരും ടെൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, വിഷമമുള്ളതായിട്ടും തോന്നുന്നില്ല. എല്ലാവരും ചിരിച്ച മുഖത്തോടെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ജീവിതത്തിലും എപ്പോഴും. എല്ലാ ആശംസകളും നേരുകയാണ് വിജയത്തിലേക്ക്. താങ്ക് യു സോ മച്ച് ചേച്ചി. പ്രവീണ ചേച്ചി, എന്തൊക്കെ വിശേഷങ്ങള്? നല്ല വിശേഷം, സുഖമായിരിക്കണു. 2-3 ഫിലിം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണു. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു ചേച്ചിയുടെ മാല സൂപ്പർ. ഓ, താങ്ക്സ് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമ്മളുടെ പ്രോഗ്രാം കാണാറുണ്ടോ? പിന്നെ ചില കാണാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഇതിനോടൊരു പ്രത്യേക താല്പര്യം. ഞാൻ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തിട്ട് പോയതായതുകൊണ്ട് പലപ്പോഴും എനിക്ക് മിസ് ചെയ്യുമ്പോൾ ഞാൻ യൂട്യൂബിൽ കയറി കാണാറുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. ചെറിയ ചെറിയ പോരായ്മകളെന്ന് പറയാൻ പറ്റില്ല, തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്തതല്ല. 100% പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ കുറവുകളെല്ലാം നികത്തി ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു. എന്തൊക്കെയാണ് അതിനകത്തെ ചെറിയ പിഴവുകൾ എന്നുള്ളത് ഞാൻ എടുത്ത് പറയുന്നില്ല. ഇനി ഇപ്പം എലിമിനേഷൻ റൗണ്ടാണ്, നമുക്കത് തന്നെ അത് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതെന്തായാലും ഒരു റിയാലിറ്റി ഷോയാണ്. ഒട്ടും ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ആക്ട്രസ് ആണ്. എന്നെ ഒരാൾ ജഡ്ജ് ചെയ്യുന്നത്, പ്രവീണ ആൾക്കാർ കാണുന്നത് ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് അവർ ജഡ്ജ് ചെയ്യുന്നത്. ഓക്കെ ദേവി മഹാത്മ്യായാലും ഞാൻ ചെയ്തെല്ലാം പോസിറ്റീവ്. നല്ല അമ്മ, നല്ല മകൾ, നല്ല മരുമകൾ, നല്ല ഭാര്യ കണ്ടാലേ ദേവിയാണ്. താങ്ക് യു. എന്തായാലും ഇന്ന് എലിമിനേഷൻ റൗണ്ടാണ്. ആരൊക്കെ ഔട്ടാവുന്നു, ആരൊക്കെ ഇന്നാവുന്നു, എന്തായാലും പോയാലേ പറ്റുള്ളൂ. അത് അറിയാനൊരു ആകാംക്ഷയുണ്ട് എനിക്ക്. ഇത് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്കെന്നല്ല, ഈ കാണുന്നവർക്ക്, പ്രേക്ഷകർക്ക് പഠിക്കാനുണ്ട്. നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. സ്ത്രീകളെ ഒരുപാട് ബോൾഡാക്കുകയും സമൂഹത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും, എങ്ങനെ സംസാരിക്കണം, ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണം, കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് കുറേയൊക്കെ ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാണ് ഈ ഒരു പ്രോഗ്രാമിനെ. താങ്ക് യു സോ മച്ച് ഓൺ ബിഹാഫ് ഓഫ് എല്ലാ ടീം ഓഫ് ഗൃഹലക്ഷ്മിയും പിന്നെ ജയ് ഹിന്ദ് TV. താങ്ക് യു സോ മച്ച് പ്രവീണ. താങ്ക് യു.